രാജ്യതലസ്ഥാനത്തെ നടുക്കാൻ ഭീകര സംഘടനകൾ പദ്ധതിയിടുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ കർശന മുന്നറിയിപ്പ്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബ ഡൽഹിയിലെ ചരിത്ര സ്മാരകമായ ചെങ്കോട്ടയും തിരക്കേറിയ ചാന്ദ്നി ചൗക്ക് പ്രദേശത്തെ ആരാധനാലയങ്ങളും ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഡൽഹിയിൽ നിലനിൽക്കുന്ന അശാന്തമായ അന്തരീക്ഷത്തിന് ആക്കം കൂട്ടുന്നതാണ് പുതിയ സുരക്ഷാ വെല്ലുവിളികൾ. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ഡൽഹി പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും നഗരത്തിലുടനീളം സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ലഷ്കർ-ഇ-തോയ്ബയുടെ പുതിയ നീക്കത്തിന് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില സംഭവ വികാസങ്ങളുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 6-ന് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഒരു മസ്ജിദിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിന് പ്രതികാരമായിട്ടാണ് ഇന്ത്യയിൽ ആക്രമണം നടത്താൻ ഭീകരൻ തയ്യാറെടുക്കുന്നത്. ചാന്ദ്നി ചൗക്കിലെ ഒരു പ്രധാന ക്ഷേത്രത്തെ ലക്ഷ്യം വെച്ച് IED ഉപയോഗിച്ചുള്ള സ്ഫോടനം നടത്താനാണ് ഭീകരരുടെ പദ്ധതിയെന്ന് രഹസ്യാന്വേഷണ ഉറവിടങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും വിദേശ സഞ്ചാരികൾ ഏറെ എത്തുന്നതുമായ ചാന്ദ്നി ചൗക്ക് ലക്ഷ്യമിടുന്നതിലൂടെ രാജ്യവ്യാപകമായി ഭീതി പടർത്തുകയാണ് ഭീകര സംഘടനയുടെ ലക്ഷ്യം. ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയ്ക്ക് നേരെ മുൻപും ലഷ്കർ-ഇ-തോയ്ബ കണ്ണുവച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ മുന്നറിയിപ്പിന് പിന്നിൽ ഭീതിതമായ ചില മുൻകാല സംഭവങ്ങളുണ്ട്. 2025 നവംബർ 10-ന് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമുണ്ടായ കാർ ബോംബ് സ്ഫോടനം ഇതിന്റെ ഉദാഹരണമാണ്. മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപം സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ പൊട്ടിത്തെറിച്ച് അന്ന് 12 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആ മുറിവ് ഉണങ്ങും മുൻപേ വീണ്ടും ചെങ്കോട്ട ലക്ഷ്യമിട്ടുള്ള ഭീകരരുടെ നീക്കം സുരക്ഷാ ഏജൻസികളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ചെങ്കോട്ടയ്ക്ക് പുറമെ രാജ്യത്തെ മറ്റ് പ്രമുഖ ആരാധനാലയങ്ങളും ഭീകരരുടെ നിരീക്ഷണത്തിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പ്രധാന നഗരങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, മെട്രോ സ്റ്റേഷനുകൾ, ചന്തകൾ എന്നിവിടങ്ങളിലെല്ലാം നിരീക്ഷണം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. മുന്നറിയിപ്പിനെ തുടർന്ന് ഡൽഹിയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹിയിലേക്കുള്ള അതിർത്തികൾ സീൽ ചെയ്യുകയും വാഹന പരിശോധന കർശനമാക്കുകയും ചെയ്തു. റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ വഴിയുള്ള നിരീക്ഷണമാണ് ശക്തമാക്കിയിരിക്കുന്നത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണപ്പെടുന്ന വ്യക്തികളെയും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന വസ്തുക്കളെയും നിരീക്ഷിക്കാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചു. പ്രധാന കേന്ദ്രങ്ങളിൽ അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി സുരക്ഷാ സേനകൾ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചു വരികയാണ്. അപരിചിതർ നൽകുന്ന പാഴ്സലുകൾ വാങ്ങാതിരിക്കാനും സംശയാസ്പദമായ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കാനും അധികൃതർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.